Hello, are you a beginner? Do you find it difficult to speak English? ഇംഗ്ലീഷ് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഞാനിവിടെ പറയാൻ പോകുന്ന 10 കാര്യങ്ങളുണ്ട്. ഈ 10 കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള 10 കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. വെൽക്കം ടു ഇംഗ്ലീഷ് വൗ. മൈ നെയിം ഈസ് നിഷാദ്. അറ്റ് ഫസ്റ്റ് ഞാൻ ഈ പറയുന്ന സെൻറ്റൻസ് ഒന്ന് കേൾക്കാം. ഐ വോണ്ട് യു ടു കം വിത്ത് മീ ടു ദ സ്റ്റോർ. ഐ വോണ്ട് യു ടു കം വിത്ത് മീ ടു ദ സ്റ്റോർ. ഈ സെൻറ്റൻസിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾ ഒരു കാര്യം വേറൊരാളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന സമയത്ത് നമുക്കൊരാളോട് പറയാൻ കഴിയുന്ന രൂപത്തിലുള്ള സെൻറ്റൻസുകളാണ്. അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഈ ആദ്യം പറയുന്നത്. ഞാൻ ആ സെൻറ്റൻസ് ഒന്നുകൂടിയും പറയാം. ഐ വോണ്ട് യു ടു കം വിത്ത് മീ ടു ദ സ്റ്റോർ. അങ്ങനെ പറഞ്ഞാൽ എന്താ? എനിക്ക് നിങ്ങൾ എൻ്റെ കൂടെ സ്റ്റോറിലേക്കൊന്ന് വരണം. അങ്ങനെ നമ്മൾ പറയില്ലേ? അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ വോണ്ട് യു ടു കം വിത്ത് മീ ടു ദ സ്റ്റോർ. അപ്പോൾ നമ്മൾ അതിൽ പഠിച്ചു വെക്കേണ്ടത് എന്താണ്? ഇപ്പോൾ ഐ വോണ്ട് യു ടു, ഐ വോണ്ട് യു ടു, ഐ വോണ്ട് യു ടു, ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ അതിന് ശേഷം പറയാം. മനസ്സിലായല്ലേ? ഞാൻ മറ്റുള്ള കുറച്ച് എക്സാമ്പിൾസും കൂടി പറയാം. ഐ വോണ്ട് യു ടു ലിസൺ കെയർഫുള്ളി ടു വാട്ട് ഐ എം സേയിങ്. മീനിങ് മനസ്സിലായോ? ഐ വോണ്ട് യു ടു ലിസൺ കെയർഫുള്ളി ടു വാട്ട് ഐ എം സേയിങ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് നമ്മൾ മുമ്പിൽ നിൽക്കുന്ന ഒരാളോട് പറയാണ്. ഐ വോണ്ട് യു ടു ലിസൺ കെയർഫുള്ളി ടു വാട്ട് ഐ എം സേയിങ്. അവിടെ നമ്മൾ പറയുന്നത് ഐ വോണ്ട് യു ടു എന്നുള്ളതാണ്. ഐ വോണ്ട് യു ടു മീറ്റ് മൈ ഫ്രണ്ട് അറ്റ് ദ കഫേ. ഐ വോണ്ട് യു ടു മീറ്റ് മൈ ഫ്രണ്ട് അറ്റ് ദ കഫേ. നീ എൻ്റെ ഫ്രണ്ടിനെ കഫേയിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യണം. അതെൻ്റെ ഒരു വിഷാണ്, എൻ്റെ ഒരു ആഗ്രഹമാണ്. അത് നമ്മൾ അയാളോട് പറയാണ്. അപ്പോൾ ഐ വോണ്ട് യു ടു. ഇനി ഞാൻ സബ്ജക്റ്റ് മാറ്റിയിട്ട് 1-2 എക്സാമ്പിൾസ് കൂടി പറയാം. ദേ വോണ്ട് മീ ടു ബ്രിങ് സം സ്നാക്സ് ഫോർ ദ പാർട്ടി ടുമോറോ. എന്താ അങ്ങനെ പറഞ്ഞാൽ? അവർക്ക് ഞാൻ കുറച്ച് സ്നാക്സ് കൊണ്ടുവരണം. എന്തിന്? നാളത്തെ പാർട്ടിയിലേക്ക് വേണ്ടി കുറച്ച് സ്നാക്സ് കൊണ്ടുവരണം. സോ ദേ വോണ്ട് മീ ടു. അപ്പോൾ അവിടെ അവരാണ് ആഗ്രഹിക്കുന്നത്, അവരെന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ്, അല്ലേ? സോ ദേ വോണ്ട് മീ ടു ബ്രിങ് സം സ്നാക്സ് ഫോർ ദ പാർട്ടി ടുമോറോ. അതേ ഒരേ സ്ട്രക്ചറാണ്. സബ്ജക്റ്റ് മാറുകയാണെന്നുണ്ടെങ്കിലും ഒരേ സ്ട്രക്ചറാണ്. ആദ്യം പറഞ്ഞത് ഐ വോണ്ട് യു ടു, രണ്ടാമത് പറഞ്ഞത് ദേ വോണ്ട് മീ ടു. അവരെന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. അത് നമ്മൾ പറയാണ്. ദേ വോണ്ട് മീ ടു ബ്രിങ് സം സ്നാക്സ് ഫോർ ദ പാർട്ടി ടുമോറോ. മനസ്സിലായോ? They want me to join them for a movie tonight. They want me to join them for a movie tonight. അവർക്ക് ഞാനിന്ന് അവരുടെ കൂടെ എന്തിനു കൂടണം? ഒരു സിനിമയ്ക്ക് കൂടണം, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം. സോ ഐ വോണ്ട് യു ടു, ദേ വോണ്ട് മീ ടു, ഇങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. എന്താണ് ആ കാര്യം എന്നുള്ളത് അതിന് ശേഷം നമ്മൾ പറയാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇതേ കാര്യം നമ്മളിപ്പോൾ ഒരു ചോദ്യമായിട്ട് ചോദിക്കുന്ന രൂപത്തിൽ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഈ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. ഡു യു വാണ്ട് മീ ടു? എന്താണ്? ഡു യു വാണ്ട് മീ ടു എന്നുകൂടി പറയാം. ഡു യു വാണ്ട് മീ ടു, ഡു യു വാണ്ട് മീ ടു. അപ്പോൾ ഇങ്ങനെ ഈ രൂപത്തിലാണത് പഠിച്ചു വെക്കേണ്ടത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡു യു വാണ്ട് മീ ടു കോൾ യു ലേറ്റർ? ഡു യു വാണ്ട് മീ ടു കോൾ യു ലേറ്റർ എന്താണ് പറഞ്ഞാൽ? അതായത് ഇപ്പോൾ നിങ്ങൾ ഒരാൾ ചോദിക്കണം, അതായത് നിങ്ങൾക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ എന്ന് ചോദിക്കൂലേ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കണോ എന്ന് ചോദിക്കില്ലേ? ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വരികയാണ്, എന്തെങ്കിലും ഇപ്പം ഓപ്പോസിറ്റുള്ള ആൾക്ക് എന്തെങ്കിലും ഒരു, ഇപ്പോൾ നിങ്ങൾക്ക് അവർക്ക് ബുദ്ധിമുട്ടുണ്ട് തോന്നുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പറയാം, ഡു യു വാണ്ട് മീ ടു കോൾ യു ലേറ്റർ? കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കണോ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ, അങ്ങനെ ആയിക്കൂടെ എന്നൊക്കെയുള്ള ചോദ്യത്തിനാണ് നമ്മൾ ഈ സംഗതി ഉപയോഗിക്കുന്നത്. ഡു യു വാണ്ട് മീ ടു. ഓക്കെ, ഞാൻ കുറച്ചും കൂടി എക്സാമ്പിൾസ് പറയാം. ഡു യു വാണ്ട് മീ ടു വെയിറ്റ് ഫോർ യു ഹിയർ? ഡു യു വാണ്ട് മീ ടു വെയിറ്റ് ഫോർ യു ഹിയർ? അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഡു യു വാണ്ട് മീ ടു, ഡു യു വാണ്ട് മീ ടു, അങ്ങനെ പറഞ്ഞ് പഠിക്കാൻ. ഞാൻ അതിനാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്. സോ ഡു യു വാണ്ട് മീ ടു വെയിറ്റ് യു ഫോർ ഹിയർ? നിനക്ക് ഞാനിവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യണമെന്നുണ്ടോ? അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴാണ് ആ സംഗതി ഉപയോഗിക്കുക. ഡു യു വാണ്ട് മീ ടു വെയിറ്റ് ഫോർ യു ഹിയർ? ഡു യു വാണ്ട് മീ ടു മേക്ക് യു സം ടീ? എന്താ അങ്ങനെ പറഞ്ഞാൽ? ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കണോ, നിനക്ക് കുറച്ച് ചായ ഉണ്ടാക്കണമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ വേണോ എന്നാണ് ചോദ്യം. ഡു യു വാണ്ട് മീ ടു മേക്ക് യു സം ടീ? ഡു യു വാണ്ട് മീ ടു പിക്ക് അപ്പ് എനിത്തിങ് ഫ്രം ദ സ്റ്റോർ? എന്താ അങ്ങനെ പറഞ്ഞാൽ? ഡു യു വാണ്ട് മീ ടു പിക്ക് അപ്പ് എനിത്തിങ് ഫ്രം ദ സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണോ, അല്ലെങ്കിൽ അങ്ങനെ എന്നിൽ നിന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ഡു യു വാണ്ട് മീ ടു, ഡു യു വാണ്ട് മീ ടു. ഓക്കെ,
രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഐ വാണ്ട് യു ടു, ഡു യു വാണ്ട് മീ ടു. ഓക്കെ, ഒരു കാര്യം ചെയ്യാമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് വരുന്നതിന് മുമ്പേ നിനക്കെന്നെ വിളിക്കാമായിരുന്നു. ഒക്കെ ഇതാണ് കേട്ടോ ഈ ചെയ്യാമായിരുന്നു. ഒരു കാര്യം ചെയ്യാമായിരുന്നു. ചെയ്യാമായിരുന്നു എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, പാസ്റ്റാണ്, ഇപ്പോഴല്ല. പാസ്റ്റിൽ ചെയ്യാമായിരുന്നു, പക്ഷേ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിനാണ് നമ്മൾ കുഡ് ഹാവ് എന്നുള്ള സംഗതി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, യു കുഡ് ഹാവ് കോൾഡ് മീ ബിഫോർ കമ്മിങ് ഓവർ. യു കുഡ് ഹാവ് കോൾഡ് മീ ബിഫോർ കമ്മിങ് ഓവർ. എന്താ അങ്ങനെ പറഞ്ഞാൽ, വരുന്നതിന് മുമ്പ് നിനക്ക് എന്നെ വിളിക്കായിരുന്നു. അപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ പറയാണ് യു കുഡ് ഹാവ് കോൾഡ് മീ ബിഫോർ കമ്മിങ് ഓവർ. അപ്പോൾ പാസ്റ്റിൽ നടക്കാതെ പോയൊരു കാര്യം ഇപ്പോൾ നമ്മൾ അങ്ങനെ ആകരുതായിരുന്നു എന്ന് പറയാനാണ് ഈ ഒരു എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത്. ഗോട്ട് ദി ഐഡിയ? കുറച്ചും കൂടി എക്സാമ്പിൾസ് പറയാം. യു കുഡ് ഹാവ് ബോട്ട് സം മിൽക്ക് ഓൺ യുവർ വേ ഹോം. വാട്ട് ഡസ് ഇറ്റ് മീൻ? യു കുഡ് ഹാവ് ബോട്ട്, കുഡ് ഹാവ് ബോട്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കുഡ് ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് പറയുന്നത് ഒരു വേർബിൻ്റെ V3 ഫോമാണ്, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം നമ്മൾ പറയില്ലേ. അപ്പോൾ ഈ ബൈ, ബോട്ട്, ബോട്ട് കണ്ടോ, ആ ബോട്ടാണ് അവിടെ നമ്മൾ ഉപയോഗിച്ചത്. അല്ലെങ്കിൽ കോൾഡ്, നേരത്തെ പറഞ്ഞതിൽ കോൾഡാണ് ഉപയോഗിച്ചത്. സോ യു കുഡ് ഹാവ് ബോട്ട് സം മിൽക്ക് ഓൺ യുവർ വേ ഹോം. വീട്ടിലേക്ക് വരുന്ന സമയത്ത് നിനക്ക് കുറച്ച് പാല് വാങ്ങിക്കായിരുന്നു. അപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ സബ്ജക്റ്റ് വെച്ചതിന് ശേഷം കുഡ് ഹാവ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വേർബ്. അങ്ങനെ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ കുഡ് ഹാവ് നമ്മൾ വെക്കുന്നത്. യു കുഡ് ഹാവ് ബോട്ട് സം മിൽക്ക് ഓൺ യുവർ വേ ഹോം. ഐ കുഡ് ഹാവ് ടേക്കൺ എ ഡിഫറെൻറ്റ് റൂട്ട് ടു അവോയ്ഡ് ദ ട്രാഫിക്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഐ കുഡ് ഹാവ് ടേക്കൺ എ ഡിഫറെൻറ്റ് റൂട്ട്. എനിക്ക് മറ്റൊരു റൂട്ട് എടുക്കായിരുന്നു, മറ്റൊരു റൂട്ട് കൂടെ പോകായിരുന്നു. ഐ കുഡ് ഹാവ് ടേക്കൺ എ ഡിഫറെൻറ്റ് റൂട്ട് ടു അവോയ്ഡ് ദ ട്രാഫിക്. അപ്പോൾ ഞാൻ പോയിട്ടുള്ളത് ട്രാഫിക്കുള്ള റൂട്ടിലൂടെയാണ്, മനസ്സിലായില്ലേ? സോ ഐ കുഡ് ഹാവ് ടേക്കൺ അനദർ റൂട്ട്, മറ്റൊരു റൂട്ട് എടുക്കായിരുന്നു ടു അവോയ്ഡ് ദ ട്രാഫിക്. കുഡ് ഹാവ് ടേക്കൺ, നോട്ട് ടേക്ക്, ടേക്ക്, ടുക്ക്, ടേക്കൺ. ഐ കുഡ് ഹാവ് ടേക്കൺ. യു കുഡ് ഹാവ് ആസ്ക്ഡ് ഫോർ ഹെൽപ്പ്. യു കുഡ് ഹാവ് ആസ്ക്ഡ് ഫോർ ഹെൽപ്പ്. നിനക്ക് ഒരു ഹെൽപ്പ് ചോദിക്കായിരുന്നു, നിനക്കൊരു സഹായം ചോദിക്കായിരുന്നു. ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ അങ്ങനെ ചോദിക്കാതിരുന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ പറയുന്നത് യു കുഡ് ഹാവ് ആസ്ക്ഡ് ഫോർ ഹെൽപ്പ്. ഇപ്പോൾ ഒരാൾ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അയാളോട് പറയണം, നിങ്ങൾക്ക് ആരോടെങ്കിലും ചോദിക്കായിരുന്നു അല്ലെങ്കിൽ ഒരു സഹായം ചോദിക്കായിരുന്നു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ യു കുഡ് ഹാവ് ആസ്ക്ഡ് ഫോർ ഹെൽപ്പ്. ആസ്ക്ഡ് ഫോർ ഹെൽപ്പ് എന്ന് പറയണം കേട്ടോ. സോ ലുക്ക് അറ്റ് ദാറ്റ്, യു കുഡ് ഹാവ് ആസ്ക്ഡ്, നോട്ട് ആസ്ക്, ആസ്ക്ഡ്. അപ്പോൾ മുൻപേ ഒരു കാര്യം ചെയ്യാമായിരുന്നു, അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷേ ചെയ്തില്ല. അത് ഇപ്പോൾ നമ്മൾ പ്രസൻറ്റിൽ പ്രകടിപ്പിക്കുമ്പോഴാണ് കുഡ് ഹാവ് എന്ന് വെച്ചതിന് ശേഷം തേർഡ് ഫോം നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് ഞാനൊരു കാര്യം തീരുമാനിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഐ ഡിസൈഡഡ് ടു എന്ന് പറയാം. ഐ ഡിസൈഡഡ് ടു. ഡിസൈഡഡ് ടു എന്ന് പറഞ്ഞതിന് ശേഷം എന്ത് കാര്യമാണ് തീരുമാനിച്ചത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. തീരുമാനിച്ചു എന്ന് പറയുന്നത് പാസ്റ്റാണ്, ഡിസൈഡഡ് എന്നാണ് പറയുന്നത്. സോ ഐ ഡിസൈഡഡ് ടു വിസിറ്റ് മൈ ഗ്രാൻഡ് പാരൻസ്. യു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്? ഐ ഡിസൈഡഡ് ടു വിസിറ്റ് മൈ ഗ്രാൻഡ് പാരൻസ്. ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസിനെ വിസിറ്റ് ചെയ്യാൻ, സന്ദർശിക്കാൻ തീരുമാനിച്ചു. ഐ ഡിസൈഡഡ് ടു വിസിറ്റ് മൈ ഗ്രാൻഡ് പാരൻസ്. ഐ ഡിസൈഡഡ് ടു റീഡ് എ ബുക്ക് ഇൻസ്റ്റെഡ് ഓഫ് വാച്ചിങ് മൂവി. ഐ ഡിസൈഡഡ് ടു റീഡ് എ ബുക്ക്. ഞാൻ എന്തിനാണ് തീരുമാനിച്ചത്? പുസ്തകം വായിക്കാനാണ് തീരുമാനിച്ചത്. എന്തിനു പകരം? ഇൻസ്റ്റെഡ് ഓഫ് വാച്ചിങ് ടി വി കാണുന്നതിന് പകരം പുസ്തകം വായിക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. I decided to read a book instead of watching TV. I decided to write letters to my friends instead of texting them. What is the meaning? I decided to write letters to my friends instead of texting them. ടെക്സ്റ്റ് ചെയ്യുന്നതിന് പകരം എൻ്റെ സുഹൃത്തുക്കൾക്ക് കത്തെഴുതാൻ, ലെറ്റേഴ്സ് എഴുതാൻ ഞാൻ തീരുമാനിച്ചു. Got the idea? ഇനി ഒരു കാര്യം ഉറപ്പായിരുന്നു എന്ന് നമ്മൾ പറയാൻ, ഉറപ്പായിരുന്നു എന്ന് പറയുന്നത് പാസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിരുന്നു എന്ന് പറയാനാണ് നമ്മൾ ഇറ്റ് വാസ് ഒബിവിയസ് എന്ന് പറയാം. എന്താ പറയുക? ഇറ്റ് വാസ് ഒബിവിയസ്. ഇനി അതിനുശേഷം എന്താണ് ഉറപ്പായിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറയാം. ഇറ്റ് വാസ് ഒബിവിയസ് ദാറ്റ് ദ ചിൽഡ്രൻ വെർ എക്സൈറ്റഡ്. ഇറ്റ് വാസ് ഒബിവിയസ് ദാറ്റ് ദ ചിൽഡ്രൻ വെർ എക്സൈറ്റഡ്. എന്താണ് പറഞ്ഞാൽ കുട്ടികൾ എക്സൈറ്റഡ് ആണ് എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. സോ ഇറ്റ് വാസ് ഒബിവിയസ് ദാറ്റ് ദ ചിൽഡ്രൻ വെർ എക്സൈറ്റഡ്. Once again, it was obvious that the children were excited. അപ്പോൾ ഒരു കാര്യം ഉറപ്പായിരുന്നു എന്ന് പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഇറ്റ് വാസ് ഒബിവിയസ്.
ഇറ്റ് വാസ് ഒബിവിയസ്. ഇനി അത് പ്രസൻറ്റിലാണെന്നുണ്ടെങ്കിൽ വാസ് മാറ്റിയിട്ട് ഈസ് ഉപയോഗിച്ചാൽ മതി. സോ ഇറ്റ് ഈസ് ഒബിവിയസ് എന്നാവും. ഓക്കെ, സോ ഇറ്റ് വാസ് ഒബിവിയസ്. ഇറ്റ് വാസ് ഒബിവിയസ് ദാറ്റ് ദേ ഹാഡ് വർക്ക്ഡ് ഹാർഡ് ടു അച്ചീവ് ദെയർ സക്സസ്. What does it mean? It was obvious that they had worked hard to achieve their success. അപ്പോൾ അവരുടെ വിജയത്തിന് വേണ്ടി അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം എന്താണ്? അത് ഉറപ്പായിരുന്നു. ഇറ്റ് വാസ് ഓബ്വിയസ് ദാറ്റ് ദേ ഹാഡ് വർക്ക്ഡ് ഹാർഡ് ഫോർ ദെയർ സക്സസ്. ഇത് പാസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇറ്റ് വാസ് ഓബ്വിയസ്. ഇറ്റ് വാസ് ഓബ്വിയസ് ദാറ്റ് ഹി വാസ് നെർവസ് ബിഫോർ ഗിവിംഗ് ഹിസ് സ്പീച്ച്. ഇറ്റ് വാസ് ഓബ്വിയസ് ദാറ്റ് ഹി വാസ് നെർവസ് ബിഫോർ ഗിവിംഗ് ഹിസ് സ്പീച്ച്. അയാൾ ആ സ്പീച്ച് നടത്തുന്നതിന് മുമ്പ് അയാൾ നെർവസ് ആയിരുന്നു എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ദാറ്റ് വാസ് ഓബ്വിയസ്. ആൻഡ് നെക്സ്റ്റ്, ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യാനാണ് ഐ ആം തിങ്കിങ് അബൌട്ട് എന്ന് പറയാം. ഐ ആം തിങ്കിങ് അബൌട്ട്. എന്നിട്ട് എന്ത് കാര്യത്തെക്കുറിച്ചാണോ നമ്മൾ ചിന്തിക്കുന്നത് അത് അതിന് ശേഷം പറയാം. ഐ ആം തിങ്കിങ് അബൌട്ട്. ഐ ആം തിങ്കിങ് അബൌട്ട് റിസൈനിങ് ഫ്രം ദിസ് ജോബ്. അവിടെ നിങ്ങൾ ആലോചിക്കേണ്ട, തിങ്കിങ് അബൌട്ട് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ ഒരു ING ഫോമാണ് ഉപയോഗിച്ചത്. ഐ എം തിങ്കിങ് അബൌട്ട് റിസൈനിങ് ഫ്രം ദിസ് ജോബ്. ഞാൻ ഈ ജോബിൽ നിന്ന് റിസൈൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു പ്രസൻറ്റിൽ നടക്കുന്നൊരു കാര്യമാണ്. ഗോട്ട് ദി ഐഡിയ? സോ ഐ എം തിങ്കിങ് അബൌട്ട് റിസൈനിങ്, ING ഫോം ഓഫ് ദ വേർബ്. സോ ഐ എം തിങ്കിങ് അബൌട്ട് റിസൈനിങ് ഫ്രം ദിസ് ജോബ്. ഐ എം തിങ്കിങ് അബൌട്ട് ബൈയിങ് എ ന്യൂ കാർ. ഐ എം തിങ്കിങ് അബൌട്ട് ബൈയിങ് എ ന്യൂ കാർ. ഞാനൊരു പുതിയ കാർ വാങ്ങിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എം തിങ്കിങ് അബൌട്ട് ബൈയിങ്. ബൈ എന്നല്ല, ബൈയിങ്. ഐ എം തിങ്കിങ് അബൌട്ട് ബൈയിങ് എ ന്യൂ കാർ. ഐ എം തിങ്കിങ് അബൌട്ട് ജോയിനിങ് എ ജിം. ഐ എം തിങ്കിങ് അബൌട്ട് ജോയിനിങ് എ ജിം. തിങ്കിങ് അബൌട്ട് ജോയിനിങ് എ ജിം. ഞാനൊരു ജിമ്മിൽ ചേരുന്നതിനെ കുറിച്ചിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എം തിങ്കിങ് അബൌട്ട് ജോയിനിങ് എ ജിം. ഐ എം തിങ്കിങ് അബൌട്ട് വാച്ചിങ് എ മൂവി ടുനൈറ്റ്. ഐ എം തിങ്കിങ് അബൌട്ട് വാച്ചിങ് എ മൂവി ടുനൈറ്റ്. എന്താണ് പറഞ്ഞാൽ, ഞാൻ ഇന്ന് രാത്രി ഒരു സിനിമ കാണുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എം തിങ്കിങ് അബൌട്ട് വാച്ചിങ് എ മൂവി ടുനൈറ്റ്. അപ്പോൾ തിങ്കിങ് അബൌട്ട് എന്ന് പറഞ്ഞതിന് ശേഷം ING ഫോം ഉപയോഗിക്കാം. ഓക്കെ, അടുത്തത് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന, നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ് ആവശ്യമില്ല എന്ന് പറയില്ലേ. ഇപ്പോൾ ധൃതി വെക്കേണ്ട കാര്യമൊന്നുമില്ല, തിടുക്കം കൂട്ടേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ പറയില്ലേ. അതിനാണ് നമ്മൾ ദർ ഈസ് നോ നീഡ് എന്ന് പറയാം. എന്നിട്ട് ടു വെച്ചിട്ട് എന്താണോ കാര്യം പറയാം. ദർ ഈസ് നോ നീഡ് ടു റഷ്. നമ്മളിങ്ങനെ റഷ് ആകേണ്ട കാര്യമല്ല, ധൃതി പിടിച്ചിട്ട് പെട്ടെന്ന് പോകുക, അങ്ങനെ പറയില്ലേ. സോ ദർ ഈസ് നോ നീഡ് ടു റഷ്. കണ്ടോ, ദർ ഈസ് നോ നീഡ് ടു റഷ്. ടുവിന് ശേഷം എന്താണോ കാര്യം എന്നുള്ളത് പറയാം, റഷ്. സോ ദർ ഈസ് നോ നീഡ് ടു റഷ്, വി ഹാവ് പ്ലെൻറ്റി ഓഫ് ടൈം. എന്നിട്ട് നമ്മൾ അതിനോട് ആഡ് ചെയ്തിട്ട് പറയുകയാണ്, നമ്മളിങ്ങനെ ധൃതി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. ദർ ഈസ് നോ നീഡ് ടു റഷ്, വി ഹാവ് പ്ലെൻറ്റി ഓഫ് ടൈം. There is no need to rush, we have plenty of time. അപ്പോൾ എന്താണ് യൂസ്? There is no need to. There is no need to worry, everything will be fine. There is no need to worry. നമ്മൾ worried ആകേണ്ട കാര്യമില്ല, worry ചെയ്യേണ്ട കാര്യമില്ല. There is no need to worry, everything will be fine. കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. ദർ ഇസ് നോ നീഡ് ടു വറി, എവറിത്തിങ് വിൽ ബി ഫൈൻ. അപ്പോൾ അതൊക്കെ നിങ്ങൾ മറ്റൊരാളോട് പറഞ്ഞു നോക്കുക. ഇത്തരത്തിലുള്ള യൂസുകൾ നിരന്തരം ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ചാലേ നമുക്കത് കിട്ടുള്ളൂ കേട്ടോ. സോ ദർ ഇസ് നോ നീഡ് ടു വറി, എവറിത്തിങ് വിൽ ബി ഫൈൻ. ദർ ഇസ് നോ നീഡ് ടു അപ്പോളജൈസ്. ദർ ഇസ് നോ നീഡ് ടു അപ്പോളജൈസ്, ഇറ്റ് വാസ് ഇൻ ടു യുവർ ഫോൾട്ട്. ദർ ഇസ് നോ നീഡ് ടു അപ്പോളജൈസ്. നിങ്ങൾ ക്ഷമാപണം നടത്തേണ്ട കാര്യമൊന്നുമില്ല. ദർ ഇസ് നോ നീഡ് ടു അപ്പോളജൈസ്. അപ്പോളജൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമാപണം നടത്തുക. ഇറ്റ് വാസ് ഇൻ ടു യുവർ ഫോൾട്ട്, അത് നിങ്ങളുടെ തെറ്റായിരുന്നില്ല. ഇറ്റ് വാസ് ഇൻ ടു യുവർ ഫോൾട്ട്. ദർ ഇസ് നോ നീഡ് ടു എക്സ്പ്ലെയിൻ യുവർ സെൽഫ്. ദർ ഇസ് നോ നീഡ് ടു എക്സ്പ്ലെയിൻ യുവർ സെൽഫ്. ഐ അണ്ടർസ്റ്റാൻഡ് കംപ്ലീറ്റ്ലി. നിങ്ങൾ ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഐ അണ്ടർസ്റ്റാൻഡ് കംപ്ലീറ്റ്ലി, എനിക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നു. ദർ ഇസ് നോ നീഡ് ടു എക്സ്പ്ലെയിൻ. ടു എന്ന് പറഞ്ഞതിന് ശേഷം എന്താണോ കാര്യം. സോ ദർ ഇസ് നോ നീഡ് ടു എക്സ്പ്ലെയിൻ യുവർ സെൽഫ്, ഐ അണ്ടർസ്റ്റാൻഡ് കംപ്ലീറ്റ്ലി. അടുത്തത് ആ കാരണം കൊണ്ടാണ്. ആ കാരണം കൊണ്ടാണ് എന്ന് പറയാനാണ് ദാറ്റ് ഈസ് ദ റീസൺ എന്ന് നമ്മൾ പറയാം. ദാറ്റ് ഈസ് ദ റീസൺ. ദാറ്റ് ഈസ് ദ റീസൺ ഐ ആം ഹിയർ. ആ കാരണം കൊണ്ടാണ് ഞാനിവിടെ, അല്ലെങ്കിൽ ഞാനിവിടെ ഉള്ളത്, ഞാനിവിടെ നിൽക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ദാറ്റ് ഈസ് ദ റീസൺ ഐ ആം ഹിയർ. ദാറ്റ് ഈസ് ദ റീസൺ ഐ ആം ഹിയർ. ദാറ്റ് ഈസ് ദ റീസൺ ഹി ലെഫ്റ്റ്. ദാറ്റ് ഈസ് ദ റീസൺ ഹി ലെഫ്റ്റ്. മീനിങ് വാട്ട്? ആ കാരണം കൊണ്ടാണ് അവൻ പോയത്. ദാറ്റ് ഈസ് ദ റീസൺ ഹി ലെഫ്റ്റ്.
ദാറ്റ് ഈസ് ദ റീസൺ ഹി കെയിം. ആ കാരണം കൊണ്ടാണ് അവൻ വന്നത്. ദാറ്റ് ഈസ് ദ റീസൺ ഹി കെയിം. ദാറ്റ് ഈസ് ദ റീസൺ ഷീ ഫെയിൽഡ്. ദാറ്റ് ഈസ് ദ റീസൺ ഷീ ഫെയിൽഡ്. ആ കാരണം കൊണ്ടാണ് അവൾ തോറ്റത്. അടുത്തൊരു സെൻറ്റൻസ് നോക്കൂ. ഇറ്റ് മെയ്ഡ് മീ കൺഫ്യൂസ്ഡ്. ഇറ്റ് മെയ്ഡ് മീ കൺഫ്യൂസ്ഡ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇറ്റ് മെയ്ഡ് മീ കൺഫ്യൂസ്ഡ്. അതെന്നെ കൺഫ്യൂസ്ഡ് ആക്കി. എന്നെ ആക്കി എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു സംഭവം മലയാളത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. സോ അത് എന്നെ കൺഫ്യൂസ്ഡ് ആക്കി, എന്നെ ആകെ കുഴപ്പിച്ചു എന്ന് നമ്മൾ പറയില്ലേ. സോ ഇറ്റ് മെയ്ഡ് മീ. ഇറ്റ് മെയ്ഡ് മീ നല്ലൊരു യൂസാണ് കേട്ടോ, എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. സോ ഇറ്റ് മെയ്ഡ് മീ കൺഫ്യൂസ്ഡ്. അതെന്നെ എന്താക്കി? എന്നെ കൺഫ്യൂസ്ഡ് ആക്കി. ഇറ്റ് മെയ്ഡ് മീ തിങ്ക്. ഇറ്റ് മെയ്ഡ് മീ തിങ്ക്. അതെന്നെ ചിന്തിപ്പിച്ചു. ഇറ്റ് മെയ്ഡ് മീ തിങ്ക്. ചില ഇൻസിഡൻറ്റുകളൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ട് പാസ്റ്റിലുണ്ടായ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളിങ്ങനെ പറയും, അതെന്നെ ചിന്തിപ്പിച്ചു. സോ ഇറ്റ് മെയ്ഡ് മീ തിങ്ക്. അതെന്നെ വിഷമിപ്പിച്ചു. ഇറ്റ് മെയ്ഡ് മീ വറീഡ്. ഇറ്റ് മെയ്ഡ് മീ വറീഡ്. മെയ്ഡ് മീ വറീഡ്. ഇറ്റ് മെയ്ഡ് മീ റിലാക്സ്ഡ്. ഇറ്റ് മെയ്ഡ് മീ റിലാക്സ്ഡ്. എന്തോ ഒരു സംഗതി നിങ്ങളെ റിലാക്സ് ചെയ്യിപ്പിച്ച എന്തോ ഒരു സംഗതി, അതിനെക്കുറിച്ചിട്ട് നമ്മൾ പറയണം ഇറ്റ് മെയ്ഡ് മീ റിലാക്സ്ഡ്. അത് ആരുടെയെങ്കിലും വാക്കുകളാകാം, നിങ്ങളെന്തെങ്കിലും ഒരു സിനിമ കണ്ടതോ പാട്ട് കേട്ടോ എന്തോ ആവാം. സോ ഇറ്റ് മെയ്ഡ് മീ റിലാക്സ്ഡ്. ആൻഡ് ദ ഫൈനൽ വൺ, കളിയാക്കലുകളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, കളിയാക്കലുകൾ പലപ്പോഴും നടക്കാറുണ്ട്, തമാശക്കോ അല്ലാതൊക്കെ നമ്മൾ കളിയാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കളിയാക്കുന്ന സമയത്ത് അങ്ങനെ കളിയാക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോണ്ട് മേക്ക് ഫൺ ഓഫ് എന്ന് പറയാം. എന്താണ്? ഡോണ്ട് മേക്ക് ഫൺ ഓഫ്. ഡോണ്ട് മേക്ക് ഫൺ ഓഫ് മൈ മിസ്റ്റേക്സ്. ഐ എം എ ബിഗിനർ. ഡോണ്ട് മേക്ക് ഫൺ ഓഫ് മൈ മിസ്റ്റേക്സ്. എൻ്റെ മിസ്റ്റേക്കുകൾ എങ്ങനെ കളിയാക്കല്ലേ, ഞാനൊരു ബിഗിനറാണ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് നിങ്ങളോ ഒരാൾ കളിയാക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളോട് ഇങ്ങനെ പറയാം, ഡോണ്ട് മേക്ക് ഫൺ ഓഫ് മൈ മിസ്റ്റേക്സ്. അപ്പോൾ കളിയാക്കരുതേ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ത് ഉപയോഗിക്കുന്നത്? ഡോണ്ട് മേക്ക് ഫൺ ഓഫ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. കുറച്ചും കൂടി എക്സാമ്പിൾസ്. ഡോണ്ട് മേക്ക് ഫൺ ഓഫ് ഓൾഡ് പീപ്പിൾ. വൃദ്ധരായിട്ടുള്ള ആളുകളെ കളിയാക്കരുതേ. ഡോണ്ട് മേക്ക് ഫൺ ഓഫ് ഓൾഡ് പീപ്പിൾ. ഡോണ്ട് മേക്ക് ഫൺ ഓഫ് മൈ കുക്കിംഗ്. ഐ എം ട്രൈയിങ് മൈ ബെസ്റ്റ്. എൻ്റെ കുക്കിങ്ങിനെ കളിയാക്കല്ലേ. ഡോണ്ട് മേക്ക് ഫൺ ഓഫ് മൈ കുക്കിംഗ്. ഐ എം ട്രൈയിങ് മൈ ബെസ്റ്റ്. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട്. ഡോണ്ട് മേക്ക് ഫൺ ഓഫ് മൈ ഡാൻസിങ്. ഐ എം ഹാവിങ് ഫൺ. ഡോണ്ട് മേക്ക് ഫൺ ഓഫ് മൈ ഡാൻസിങ്. ഐ എം ഹാവിങ് ഫൺ. എൻ്റെ ഡാൻസിനെ കളിയാക്കല്ലേ, ഞാൻ ജസ്റ്റ് എൻജോയ് ചെയ്യണം. ഐ എം ഹാവിങ് ഫൺ. ദാറ്റ്സ് ഓൾ. ഐ ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് ദിസ് സെഷൻ. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ 10 എക്സ്പ്രഷൻസും പ്രാക്ടീസ് ചെയ്യുക. ഐ റിപ്പീറ്റഡ്ലി റിമൈൻഡിങ് യു ടു പ്രാക്ടീസ് ബിക്കോസ് ദാറ്റ് ഈസ് എവറിത്തിങ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നന്നായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, സോ ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ടൈമും നിങ്ങളുടെ കൺവീനിയൻസും നിങ്ങളുടെ ലെവലൊക്കെ അനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ തരും. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ജോയിൻ ദ കോഴ്സ്, number is here. Please contact us. I'll see you soon with another good topic. Till then, bye bye.